ലോകം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ആശങ്കയിൽ ആണ്. കാരണം ഒരു ഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വ്യാപാര യുദ്ധങ്ങൾക്ക് തുടക്കമാകുന്നുണ്ട്. ഈ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും അത് ഓരോരോ കെടുതികളിലേക്ക് നമ്മുടെ ലോകത്തെ കൊണ്ടെത്തിക്കുന്നതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തിരിച്ചടി തീരുവയാണ്. തിരിച്ചടി തീരുവ പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം തന്നെ ഓഹരി വിപണിയൊക്കെ ഇങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇനിയും വിട്ടുവീഴ്ചയില്ല. പക്ഷേ ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന അധിക തീരുവ അത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയും ചെയ്തു. തിരിച്ചടി തീരുവ മരവിപ്പിച്ചതോടെ തന്നെ അമേരിക്കൻ ഓഹരി സൂചികകളിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തിയെന്നും വിവരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായ വിവരങ്ങളുമായി അഖില നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അഖില, ഗുഡ് മോർണിംഗ്. ഈ തിരിച്ചടി തീരുവയിൽ ട്രംപിന് പല രാജ്യങ്ങളോടും മനംമാറ്റമുണ്ട്, പക്ഷേ ചൈനയോട് മനംമാറ്റമില്ല. ഈ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ചൈന അമേരിക്ക നേരിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണോ? അങ്ങനെയുള്ള സൂചനകളാണ് സേതു ലഭിക്കുന്നത്. ആഗോള വിപണിയെ തന്നെ ആശങ്കയിലാക്കുകയാണ് US-ഉം അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് അവർക്കെതിരെ ചുമത്തിയിരുന്ന പകരച്ചുങ്കം 90 ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചിരിക്കുന്നു. 10% ഇനി അവർക്ക് 90 ദിവസം വരെയുള്ള പകരച്ചുങ്കം എന്ന് പറയുന്നത്. എന്നാൽ ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്കെതിരെയുള്ള ഉപരോധം ട്രംപ് തുടരുന്നു എന്ന് വേണം പറയാൻ. അതുമാത്രമല്ല, ഇങ്ങനൊരു പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ US ഓഹരി വിപണിയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. US ഓഹരി സൂചികകളിൽ ഈ വൻ ചാഞ്ചാട്ടമാണ് നടക്കുന്നത്. ഇന്നലെ തന്നെ 2 രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുന്നോട്ടും പിന്നോട്ടും പോകുന്നുണ്ടായിരുന്നു. ലാഭനഷ്ടങ്ങൾ മാറി മറയുകയാണ്. പകരച്ചുങ്കം നടപ്പാക്കാനുള്ള US തീരുമാനം ആഗോള വിപണിയെ തന്നെ ബാധിച്ച സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ഇന്നലെ ട്രംപ് താൻ ചുമത്തിയ നടപടികളെല്ലാം പിൻവലിക്കുന്നത്. പുതുക്കിയ തീരുവ ഇന്നലെ പ്രാബല്യത്തിൽ വരാനിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ട്രംപ് എല്ലാം പിൻവലിച്ചത്. എന്നാൽ ഈ കാലയളവിനുള്ളിൽ ലോകരാജ്യങ്ങളെല്ലാം സംയമനിപ്പിച്ച് ഇതുമായി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാമെന്നുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ചൈനയ്ക്ക് ബുധനാഴ്ച 104% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. ഈ തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ അതേ നാണയത്തിൽ ചൈന തിരിച്ചടിച്ചു. അതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഇപ്പോൾ ചൈനയ്ക്കെതിരെ മാത്രമാണ് അധിക തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് സമാധാനമാണ്. മറ്റു രാജ്യങ്ങൾക്ക് തീരുവ കുറച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഓക്കെ അഖില, വ്യക്തമാണ്. അപ്പോൾ തിരിച്ചടി തീരുവയിൽ പല രാജ്യങ്ങൾക്കും US-ന് ഇപ്പോൾ ഒരു മനംമാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോഴുമുള്ളൊരു ചോദ്യം, ഈ ചൈനയ്ക്ക് മേൽ ഇത്രയും നികുതി ഏർപ്പെടുത്തുമ്പോൾ, ചൈനയ്ക്ക് മേൽ 125% ഇറക്കുമതി തീരുവ ഉയർത്തുമ്പോൾ ഈ ചൈനയുടെ ഓഹരി വിപണിയെ സ്റ്റെബിലൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചൈന എന്തൊക്കെയാകും കൊണ്ടുവരിക, ചൈനയുടെ ഇനി നടപടികൾ എങ്ങനെയാവും എന്നുള്ള കാര്യമായിരിക്കും ഇനി ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടത്.